തിരുവനന്തപുരത്ത് നിശ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിൽ 2 പേർ അറസ്റ്റിലെന്നുള്ളതാണ്. ഓംപ്രകാശിന്റെ കൂട്ടാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഓംപ്രകാശും എയർപോർട്ട് ഷാജനും ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ഫോർട്ട് പോലീസ് കേസെടുത്തു. IFFK വേദിയിലെ ഓംപ്രകാശിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി. നഗരത്തിൽ പോലീസ് രാത്രി പരിശോധന ശക്തമാക്കിയ വെള്ളിയാഴ്ചയായിരുന്നു ഈഞ്ചക്കയിലെ നിശ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ഡാൻസ് ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്താൻ ഓംപ്രകാശും കൂടെയുണ്ടായിരുന്ന നിതിനും ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു. DJയിൽ പങ്കെടുത്തിരുന്ന ഡാനിയുമായാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നാലെ ഡാനിയുടെ പിതാവ് എയർപോർട്ട് ഷാജന്റെ നേതൃത്വത്തിൽ വൻസംഘം ബാറിലേക്കെത്തി. ഇരു സംഘങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ ഓംപ്രകാശിനും നിതിനും പരിക്കേറ്റു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ 75ഓളം പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഈ കേസിലാണ് വലിയതുറ സ്വദേശി ബ്രിട്ടോ, തിരുമല സ്വദേശി അരുൺ എന്നിവരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇവരെ ഫോർട്ട് പോലീസിനെ കൈമാറി. ബാറിലെ സംഘർഷത്തിന്റെ അടുത്ത ദിവസം ഓംപ്രകാശും സംഘാംഗങ്ങളും മണിക്കൂറുകളോളം IFFK പ്രധാന വേദിയിലുണ്ടായിരുന്നു. ഇതിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പാറ്റൂരിലെ വെട്ടുകേസിൽ ഓംപ്രകാശിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും പാതിവഴിയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ഇയാളുടെ ബന്ധമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.